എൻ്റെ അമ്മയൊക്കെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. കാറ് വേണം, വീട് വേണം. എൻ്റെ അമ്മയൊക്കെ വാടകയ്ക്കായാലും അല്ലെങ്കിൽ ഒരു ചെറിയ, നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരു ചെറ്റക്കുടിൽ, അതാണ് ഞങ്ങളുടെ വാക്കായിരുന്നു എപ്പോഴും. ഞങ്ങളെപ്പോഴും പറയുമായിരുന്നു നമുക്കൊരു ഷെഡ് പോലെ ചെറ്റക്കുടിൽ വേണം, നമുക്കത് മതി. കാരണം മേ ബി അത് ഞാൻ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇത്രയും തന്നെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നുന്നു. ഞാനിതൊന്നും എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ലൈഫിലൊരു കാർ എടുക്കും, അത് ഉറപ്പായിരുന്നു. സ്വിഫ്റ്റ്, ചുമന്ന സ്വിഫ്റ്റ് കാർ. എനിക്ക് ആ കാർ അറിയാമായിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോൾ ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപയ്ക്ക് ബേസ് മോഡൽ കിട്ടും. ഓക്കെ, അതെടുക്കാം. ഒരു ചെറിയൊരു 2 റൂമുള്ള വീട്, ഒരടുക്കള, ഇത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ റൂമുള്ള വീട്, ഒരടുക്കള, ഞങ്ങളതായിട്ട് സ്വന്തമായിട്ട്. പക്ഷെ മേ ബി എന്തോ എനിക്ക് അറിഞ്ഞൂടെ, എല്ലാം ഇങ്ങനെ തന്നു എന്നുള്ളതാണ് സത്യം. എൻ്റെ അപ്പം ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്, വീട്ടുകാർ ഹാപ്പിയാണ്, പിന്നെ ഞാനും ഹാപ്പിയാണ്. ഇപ്പൊ ചിലപ്പോൾ ചില പെൺകുട്ടികളെങ്കിലും അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ, അതായത് ഈ ട്രിവാൻഡ്രം പോലുള്ള വളരെ ഉൾപ്രദേശത്തിലേക്കുള്ള നമ്മളുടെയൊക്കെ ലൈഫിന് എങ്ങനെയൊക്കെ എന്ത് മാജിക് സംഭവിക്കാനാണ് നമ്മളെ ലൈഫിലൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന എത്രയോ കുട്ടികളുണ്ടായിരിക്കും. ആ കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും ഗംഗയുടെ വീഡിയോ, അല്ലേ? ഇതിപ്പോ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് ഇപ്പൊ 2 ദിവസത്തേക്ക് മാറി നിൽക്കുന്ന സമയത്ത് ഈ അവിടെ ഗംഗയാണല്ലോ ഒച്ചപ്പാടും ബഹളവും, ഒരു ആക്റ്റീവ് സാധനം എന്ന് പറയുന്നത് വീട്ടിൽ, അല്ലേ? ഒരു മുളക് എന്ന് പറയുന്നത് ഗംഗയാണല്ലോ. ഈ ഗംഗയുടെ ഒച്ചപ്പാടും ബഹളവും ഇല്ലാത്ത ആ വലിയ വീട്ടിൽ അവർ രണ്ടുപേരുടെ ലൈഫ് അവരെങ്ങനെ ഇതിനെ അഡാപ്റ്റ് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. അതായത് ഞാനിപ്പം അപ്പൂനെ കല്യാണം കഴിക്കണമല്ല, ഞാൻ മുന്നേ വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മക്കൾ, ഇത് കാർത്തികേട്ടൻ എൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, മക്കളെ നീ ആഗ്രഹിച്ച് ഇത്രയും പോലെ വീട് വെച്ചിട്ട് നീ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ മാറി പോകൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഓൾറെഡി അതെൻ്റെ മൈൻഡിലുണ്ട്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ എത്ര പേരത് സമ്മതിക്കും എന്ന്. ഞാൻ സമ്മതിപ്പിക്കുന്നതിനേക്കാളും ഇപ്പം അപ്പൂൻ്റെ അടുത്ത് ഞാനിത് പറയേണ്ടി വന്നില്ല. കാരണം അവനറിയാം ഞാൻ എൻ്റെ സ്റ്റുഡിയോ അവിടെയാണ്, ഞാൻ ആഗ്രഹിച്ചു വെച്ച എൻ്റെ ഇപ്പം ബെഡ് ആയിക്കോട്ടെ, എൻ്റെ ബാത്റൂം ആയിക്കോട്ടെ, എൻ്റെ വാർഡ്രോബ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ ആഗ്രഹിച്ച് ഞാൻ അത്ര നോക്കി പറക്കി ഞാൻ പിൻട്രസ്റ്റ് വരെ തപ്പി വർഷങ്ങളോളം ഞാൻ ഇരുന്ന് എൻ്റെ റൂമിൽ ഇന്നൊരു ചെറിയ ഇതെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു വെച്ചാണ്. അപ്പം അവനത് നന്നായിട്ട് അറിയാം. അപ്പം എൻ്റെ അടുത്ത് ഒരിക്കലും നീ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് നിന്നേ പറ്റുള്ളൂ, നീ അവിടെ നിന്ന്. അപ്പം അവർക്കും അങ്ങനെ നിർബന്ധമില്ല. ഇൻ കേസ് അപ്പൂൻ്റെ ഫാമിലിക്കായാലും ഞാൻ ജോലി ചെയ്യണത് ഈ ഒരു ഫീൽഡാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും എവിടെ ആയാലും ഹാപ്പി. ഇനിയിപ്പോൾ ഒരു 1-2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വേറൊരു വീട് വെച്ച് മാറുകയാണെന്നുണ്ടെങ്കിലും ദേ ആർ ഹാപ്പി. എവിടെയായാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എൻ്റെ വീട്ടിലൊരു സംബന്ധിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പോയാൽ അതൊരു വലിയ വിടവായിരിക്കും. കാരണം എൻ്റെ വീട്ടിൽ അലയ്ക്കുന്ന ഞാൻ മാത്രം, ഞാനാണ് നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടം, ബാക്കി എല്ലാവരും മൂങ്ങകളാണ്. എൻ്റെ അനിയത്തി രാവിലെ പഠിക്കാൻ കയറി കഴിഞ്ഞാൽ ആഹാരത്തിന് മാത്രം അവൾക്കൊരു ടൈം ടേബിൾ ഉണ്ട്, ഇന്ന സമയത്ത് കഴിക്കും.